ഹലോ എവരി വൺ. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇൻവേഴ്സ് ഫങ്ഷൻ എന്താണെന്നുള്ളതെല്ലാം കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. അപ്പോൾ നമുക്കിവിടെ ട്രിഗ്നോമെട്രിയിൽ എങ്ങനെയാണ് ഇൻവേഴ്സ് ഫങ്ഷൻ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെറ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്തുള്ളത് ആംഗിൾസ് ആണ് റേഡിയൻസിൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ π/6 ഉണ്ട്. ഓക്കെ, 30 ഡിഗ്രി, π/3 90 ഡിഗ്രി, 90 അല്ല 60 ഡിഗ്രി, പിന്നെ നമുക്ക് π/2 45 ഡിഗ്രി. ഓക്കെ, ഈ മൂന്ന് വാല്യൂ ആണ് ഉള്ളതെന്ന് വെച്ചോ. നമുക്ക് വേറൊരു സെറ്റ് ഉണ്ട് ഇവിടെ. ഈ സെറ്റിൽ വാല്യൂസ് 1/2, 1/√2, √3/2. ഓക്കെ, ഇങ്ങനെ മൂന്ന് വാല്യൂസ് ആണെന്ന് വെച്ചോ. ഇനി നമുക്കൊരു ഫങ്ഷൻ സൈൻ ഉണ്ടെന്ന് വെച്ചോ. സൈൻ ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യുക? സൈൻ 30, π/6 എന്ന് പറയുമ്പോൾ 30. അപ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് മാപ്പ് ചെയ്യും അല്ലേ? ഈ ഡൊമൈൻ ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് അത് മാപ്പ് ചെയ്യും. അതല്ല, π/3 60. ഓക്കെ, 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 ആയിരിക്കും. അതുപോലെ സൈൻ 45 π/2 അല്ല, π/4 ആയിരിക്കും 45. π/4 45 കേട്ടോ. π/4 എന്ന് പറയുമ്പോൾ സൈൻ π/4 എന്ന് പറയുമ്പോൾ 1/√2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സൈൻ എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ ഡൊമൈൻ, അതായത് ഇവിടെ നമുക്ക് ആംഗിൾ ആണ്, ആ ആംഗിൾസിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻ എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ സൈനിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ സൈനിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷന് നമ്മൾ എഴുതുക സൈൻ ഇൻവേഴ്സ് എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു -1 എന്ന് ഇടുക ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ മീനിങ് സൈൻ റേസ് ടു -1 എന്നല്ല, സൈൻ ഇൻവേഴ്സിനെ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള ഒരു വാല്യൂ, ഓക്കെ, അതായത് ഈ രണ്ടാമത്തെ സെറ്റിലുള്ള വാല്യൂവിനെ ഫസ്റ്റ് സെറ്റിലേക്ക് മാപ്പ് ചെയ്യും. അതായത് 1/2നെ π/6 എന്ന് വാല്യൂ തരും, 1/√2 π/4 എന്ന് തരും, അതുപോലെ √3/2 π/3 എന്ന് തരും. ഓക്കെ, അതാണ് സൈൻ ഇൻവേഴ്സ് ചെയ്യുക. അതായത് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്തായിരിക്കും? π/6 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് സൈൻ π/6. സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/2 ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ആണ് സൈൻ ഇൻവേഴ്സ്. അതായത് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന π/6 കിട്ടും. ഓക്കെ, അതായത് ഈ ആംഗിൾ കിട്ടും സൈൻ ഇൻവേഴ്സ് ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ സെയിം തന്നെയാണ് കോസിനും ടാനിനും എല്ലാം തന്നെ, എല്ലാത്തിനും ഇൻവേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോസ് ഇൻവേഴ്സ് 45 ഡിഗ്രി, ഓക്കെ, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു π/4 ആയിരിക്കും. കാരണം എന്താണ്? കോസ് π/4, കോസ് 45 എന്ന് പറയുന്നത് വാല്യൂ 1/√2 ആണ്. ഓക്കെ, അതല്ല ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും, π/4. കാരണം എന്താണ്? ടാൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സീക്ക് ഇൻവേഴ്സ് ഉണ്ട്, കൊസീക്ക് ഇൻവേഴ്സ് ഉണ്ട്, കോട്ട് ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 6 എണ്ണത്തിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏത് റേഞ്ചിലാണ് വരുന്നതെന്നും കൂടി അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ എന്താ പറയുക, സൈൻ 1/2 എന്നാണെങ്കിൽ അത് 30 ഡിഗ്രി ആവാം. അതുപോലെ തന്നെ അതൊരു സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ഒരു വാല്യൂ കൂടി ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനത് പറയുകയാണെങ്കിൽ നിങ്ങൾ ക്വാഡ്രൻറ്റ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈൻ ഇവിടെ എല്ലാം പോസിറ്റീവാണ്, ഇവിടെ സൈൻ മാത്രം പോസിറ്റീവ്, ഇവിടെ ടാൻ മാത്രം പോസിറ്റീവ്, ഇവിടെ കോസ് മാത്രം പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഞാൻ ശരിക്കും സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ വാല്യൂ എന്താണ്? ഒന്നെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ ആവാം, 30 എന്നുള്ള ആംഗിൾ ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ ആവാം. ഓക്കെ, 180 - 30, അതായത് 150 ഡിഗ്രിയും ആവാം. അപ്പോൾ അവിടെ 2 പോസിബിൾ വാല്യൂസ് ഉണ്ടല്ലോ. ഓക്കെ, പക്ഷേ അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിന് നമ്മളൊരു സ്പെസിഫിക് റേഞ്ച് പറയും. ആ റേഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിലായിരിക്കും നമ്മൾ വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സൈനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -π/2 to π/2 ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആംഗിൾ നമ്മൾ എഴുതേണ്ടത് -π/2 to π/2. ഓക്കെ, -π/2 to π/2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെയാണ് -π/2 എന്നത്. ഈ താഴെയുള്ള ഇതാണ് -π/2, ഇതാണ് π/2. ഓക്കെ, അപ്പോൾ സൈൻ്റെ വാല്യൂ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആംഗിൾസിലായിരിക്കും നമ്മൾ എപ്പോഴും പറയുന്നത്. ഇവിടെ ഈ ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവാണ്, അപ്പോൾ മൈനസ് എന്ന് പറയുന്നതെല്ലാം നെഗറ്റീവ് വാല്യൂസ് ആണ്. അതുപോലെ പോസിറ്റീവായിട്ടുള്ള π/2 എന്ന് പറയുന്നതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഞാൻ അതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ അതൊന്നും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് 1/2യുടെ വാല്യൂ, ഓക്കെ, സൈൻ ഇൻവേഴ്സ് 1/2യുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിത് ചെയ്യാനായിട്ട് സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ ഈക്വൽ ടു 1/2 എന്ന് വരും. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ 1/2 വരുന്നത് സൈൻ്റെ ഏത് വാല്യൂ ആണെന്ന് നോക്കിയാൽ മതി. ഈ ഒരു ഫോർത്ത് അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏത് വാല്യൂ ആണ് ഈ 1/2 വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 1/2 വരുന്നത് എത്രയാണ്? 30 ആണ്, സൈൻ 30. ഓക്കെ, 30 എന്ന് പറയുന്നത് എത്രയാണ്? π/6. ഓക്കെ, അപ്പോൾ ഈ 1/2ന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സൈൻ π/6 എന്ന് എഴുതാം. ഓക്കെ, സൈൻ π/6 എന്ന് എഴുതാം 1/2ന് പകരം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ തീറ്റ ഈക്വൽ ടു π/6 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈൻ ഇൻവേഴ്സ് ഹാഫിൻ്റെ വാല്യൂ തീറ്റയായിരുന്നു, ആ തീറ്റയുടെ വാല്യൂ π/6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഹാഫ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്കത് ആൻസർ π/6 എന്നായിരിക്കും. ഓക്കെ, ഇനി ഇൻ കേസ് ഇത് പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണെങ്കിൽ, സൈനിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് സൈൻ ഇൻവേഴ്സ് π/, അല്ല, നമുക്ക് സെയിം വാല്യൂ എടുക്കാം, -1/2 തന്നെ എടുക്കാം. ഓക്കെ, സൈൻ ഇൻവേഴ്സ് -1/2 ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈക്വൽ ടു തീറ്റ എന്ന് എഴുതുക. അതിനുശേഷം അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു -½ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി -½ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആ മൈനസ് തൽക്കാലം കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, ഹാഫ് ഏതാണോ അത് നോക്കാം. അപ്പോൾ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? π/6 ആണ്. ഓക്കെ, ആ π/6 ആണെന്നുണ്ടെങ്കിൽ സൈൻ്റെ കേസിൽ ഈസിയാണ്. നമ്മൾ -π/2 to π/2 ആണല്ലോ വാല്യൂ എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് അപ്പോൾ ഇവിടെ നമുക്കിവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഈ വാല്യൂവിലും മൈനസ് ഇട്ട് കൊടുത്താൽ മതി, -π/6 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതായത് ഈ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു സൈൻ -π/6 ആയിരിക്കും. അതായത് തീറ്റയുടെ വാല്യൂ എന്താണ്? -π/6. ഓക്കെ, അതായത് സൈൻ ഇൻവേഴ്സ് -½ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ -π/6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈൻ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. നെഗറ്റീവ് കൺസിഡർ ചെയ്യാതെ തന്നെ ആംഗിൾ നോക്കാം, എന്നിട്ട് ആ ആംഗിൾ കിട്ടിയ ശേഷം ജസ്റ്റ് ആ ആംഗിളിനൊരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, സെയിം തിങ് ആണ് ടാനിനും. ടാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് √3 എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആ ഫസ്റ്റ് ക്വാർട്ടറിലുള്ള വാല്യൂ നോക്കിയാൽ മതി. ഇനി ടാൻ ഇൻവേഴ്സ് -√3 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ ടാൻ 60 ആണ് √3 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ടാൻ 60 എന്ന് പറയുമ്പോൾ π/3 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് -√3 ആണെങ്കിൽ -π/3. ഓക്കെ, അത്രയാണ് നമ്മൾ ചെയ്യേണ്ടിയുള്ളൂ. അപ്പോൾ സൈൻ്റെ ടാൻ്റെ കേസിൽ സെയിം ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഇനി കോസ് വരുമ്പോൾ അല്പം ഡിഫറെൻ്റ് ആണ്. കാരണം കോസിൻ്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുക ഈ 0 to π, അതായത് 180. ഓക്കെ, കാരണം ഇവിടെ കോസ് പോസിറ്റീവാണ്, ഇവിടെ കോസ് നെഗറ്റീവാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ -π/2 എന്ന് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എന്താണ്? ഇവിടെയും കോസ് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് കോസിൻ്റെ നെഗറ്റീവ് വാല്യൂസ് ഈ ക്വാഡ്രൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ഈ ഫസ്റ്റും സെക്കൻഡും ക്വാഡ്രൻ്റ് എടുക്കാനാണ് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കോസിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം, അതൊന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് കോസ് ഇൻവേഴ്സ് 1/2 ആണെന്ന് വെച്ചോ. ഓക്കെ, കോസ് ഇൻവേഴ്സ് 1/2, അപ്പോൾ നമ്മളത് ഈക്വൽ ടു തീറ്റ എന്ന് എഴുതും. അപ്പോൾ എന്താണ് കോസ് തീറ്റ ഈക്വൽ ടു 1/2. ഇനി 1/2 എപ്പോഴാണ് കോസിന് വരുന്നത്, കോസ് 60 ആണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു കോസ് π/3 എന്ന് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, കോസ് തീറ്റ ഈക്വൽ ടു കോസ് π/3, അപ്പോൾ തീറ്റ ഈക്വൽ ടു π/3. ഓക്കെ, ഇതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ. ഇനി കോസ് ഇൻവേഴ്സ് -1/2 ആണെങ്കിൽ, കോസ് ഇൻവേഴ്സ് -1/2 ആണെന്നുണ്ടെങ്കിൽ നമ്മളതും ഈക്വൽ ടു തീറ്റ എന്ന് എഴുതും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, കോസ് തീറ്റ ഈക്വൽ ടു -½ എന്ന് എഴുതാം. ഇനി നമ്മൾ സൈനിൻ്റെയും ടാനിൻ്റെയും ചെയ്ത പോലെ ഇവിടെ ആംഗിളിൽ π/3 ആംഗിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിൽ മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, കാരണം വെറുതെ മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മീനിങ് അത് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഒരു ആംഗിൾ ആണെന്നാണ്. പക്ഷേ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവാണ്, സൈനും ടാനും നെഗറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ബട്ട് ഇവിടെ കോസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ π/3, ഓക്കെ, ഈ π/3നെ നമ്മളെപ്പോഴും π - π/3 എന്ന് ചെയ്യാം. ഓക്കെ, കാരണം ഈ 180 ആണ് π, അപ്പോൾ π മൈനസ് ഈ π/3 ചെയ്യുക. അപ്പോൾ π - π/3 ചെയ്താൽ എന്താ കിട്ടുക, LCM എടുത്തു കഴിഞ്ഞാൽ 3π - π/3, അതായത് 2π/3 എന്ന് വരും. അപ്പോൾ ഈ -½ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2π/3 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, തീറ്റ ഈക്വൽ ടു 2π/3 ആയിരിക്കും തീറ്റയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ കോസാണ് നെഗറ്റീവ് വരുന്നതെങ്കിൽ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം, ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് -1/√2, ഓക്കെ, ഇതാണ് വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മളത് ഈക്വൽ ടു തീറ്റ എന്ന് എഴുതുക. അപ്പോൾ എന്താണ്, കോസ് തീറ്റ ഈക്വൽ ടു -1/√2. ഇനി 1/√2 വരുന്നത് ഏത് ആംഗിളാണെന്ന് നോക്കാം. ഓക്കെ, 1/√2 വരുന്നത് എന്താണ്, കോസ് 45 ആണ്, അതായത് π/4 ആണ് നമുക്ക് 1/√2 വരുന്നത്. അപ്പോൾ മൈനസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് π മൈനസ് എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ π മൈനസ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ ഇവിടെ π മൈനസ് എന്ന് ചെയ്യുക. അപ്പോൾ ഇത് LCM എടുത്തു കഴിഞ്ഞാൽ 4π - π/4 എന്ന് വരും, അതായത് 3π/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു കോസ് 3π/4 ആയിരിക്കും, അതായത് തീറ്റയുടെ വാല്യൂ എന്താണ്, 3π/4. ഓക്കെ, അപ്പോൾ സൈനും ടാനും കോസും നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് കാണിച്ചു. അപ്പോൾ ഈ സെയിം തന്നെയായിരിക്കും സീക്ക് കൊസീക്ക് കോട്ട് വരുന്നത്. ഓക്കെ, സീക്ക് കോസ് പോലെ ബിഹേവ് ചെയ്യും, കൊസീക്ക് സൈൻ പോലെ ബിഹേവ് ചെയ്യും, കോട്ട് ടാൻ പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പം അത്രയാണ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.